ദർസി ചരിത്രത്തിൽ ഇത്തരത്തിലുള്ളൊരു വമ്പിച്ച റിസൾട്ട് എൻ്റെ അറിവിൽ ഏതായാലും ഇല്ല. നിങ്ങളുടെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് കേട്ടോ. നാളാണ് അറഫ ദിനം. ഇന്നാണ് റിസൾട്ട് പബ്ലിഷ് ചെയ്തത്. ഇന്നാണ് കുട്ടികൾക്കുള്ള എല്ലാവർക്കും ലീവും മറ്റു കാര്യങ്ങളൊക്കെ. അതിനെ തുടർന്ന് ഫുട്ബോളും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇൻഷാ അല്ലാഹ് ഏതായാലും നല്ലൊരു വീഡിയോ ആണ്, കണ്ടോക്കി. കനികനവിലലിയുമനഹാരം വനിമഹിതമഖില മൃദുദാനം കനകമനകമതിലാനവിന ഹിതമിലതമിലതിയാ മജബ കദമിലിദയ മധുമാ നിജമാ സരസലാമാ ഹാദാ ഹംദാ വാദാ നിന്നാ ജന്നാ പുന്നാ ലയാ ഇന്ന് +2 റിസൾട്ട് ആട്ടോ. എല്ലാവരും കളിക്കുന്നുണ്ട്. നമുക്ക് ഓരോരുത്തരുണ്ട് ഒരു എക്സ്പെക്ടേഷൻ ചോദിച്ചോക്കെ എത്രത്തോളം മാർക്കോ അല്ലെങ്കിൽ പെർസെൻറ്റേജ് എത്രത്തോളം കിട്ടുന്നുണ്ട്. അമ്മോ ഇന്ന് +2 റിസൾട്ട് വരുന്നല്ലോ. എന്താണ് താങ്കളുടെ എക്സ്പെക്ടേഷൻ? ഫുൾ A+, ഉറപ്പേ. +1 ഏതായാലും ഫുൾ A+, ഇൻഷാ അല്ലാഹ് +2 100%. മാഷാ അല്ലാഹ് 85 തരുന്നത് ഇൻഷാ അല്ലാഹ്. എത്ര എക്സ്പെക്ട് ചെയ്യുന്നത് പെർസെൻറ്റേജ്? 95. മാഷാ അല്ലാഹ്. താങ്കളാ എത്ര A+? പെർസെൻറ്റേജ് ഷാദിന ഇന്ന് +2 റിസൾട്ട് അല്ല. വാട്ട് ഡു യു എക്സ്പെക്ട്? എത്ര പെർസെൻറ്റേജ് ഉണ്ടാവും? ഒരു 90 മുകളിൽ ഇൻഷാ അല്ലാഹ്. ഷമ്മാസിന്റെ റിസൾട്ടാണ് ഉറങ്ങി എണീച്ചു തരാം. ഫുൾ A+ അല്ലേ എനിക്ക്? തീർച്ചയായും ACS ദർസിന്റെ ഒരു ചരിത്ര നിമിഷമാണ്. കിതാബും ഭൗതികവും ഒന്നിച്ചു കൊണ്ടുപോയാൽ 88, 90, 98, 100 ഇങ്ങനെ ടോപ്പ് ലെവലിലേക്ക് കിതാബ് 8ഓളം കിതാബിനോട് കൂടെ പഠിച്ച് കുട്ടികൾ എത്തിയത്. തീർച്ചയായും ഇവരാരും വലിയ പഠനത്തിന് വന്നവരല്ല. വലിയ അഭിമാനത്തോടെ ഇത് ACS ദർസിന്റെ സ്വന്തം റിസൾട്ടാണെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്.